സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്കാണ്. ഇതിന്റെ ഒരു ഔട്ട്ലൈന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ പാരന്റൽ ആണ്, ഫെർട്ടിലൈസേഷൻ നടക്കണം, വേരിയേഷൻ ഉണ്ടാവുന്ന കേസസ് ആണ്, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ബാക്കി പ്രോസസ്സിലേക്ക് വരുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടെയ്ൻ 3 മേജർ സ്റ്റേജസ്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കിയാൽ അതിൽ 3 മേജർ സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തേതിനെ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ എന്നാ പറയാം, പ്രീ ഫെർട്ടിലൈസേഷൻ. രണ്ടാമത്തെ സ്റ്റേജിനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും, പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൾഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷന് 3 സ്റ്റേജസ് ആണ്, പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. 3 ഡിഫറെന്റ് സ്റ്റേജ്. അതിൽ ഓരോന്ന് വിധം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്താ പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷന് മുമ്പ്, പ്രയർ ടു ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന സ്റ്റേജ് ആണ്. ആ ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗമീറ്റിന്റെ ഫോർമേഷൻ ആണ്. നമ്മൾ അതിനെ ടെക്നിക്കലി ഗമിറ്റോ ജനസിസ് എന്ന് പറയും. ആ ഗമിറ്റോജനസിസ് നടന്നതിന് ശേഷം പിന്നീട് നടക്കേണ്ടത് ഗമീറ്റിന്റെ ട്രാൻസ്ഫർ ആണ്. സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. ആദ്യം ഗമീറ്റ് ഉണ്ടാവണം, പിന്നെ ആ ഗമീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അടുത്ത കേസ് ഫെർട്ടിലൈസേഷൻ ആണ്. അത് പിന്നീട് സബ് സ്റ്റേജസ് ഒന്നുമില്ല, നേരിട്ട് ഫെർട്ടിലൈസേഷൻ പ്രോസസ് ആണ്. എന്നാൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷനുള്ള സ്റ്റേജിന്റെ പേര് എംബ്രിയോ ജനസിസ് എന്നാണ്. എംബ്രിയോ ജനസിസ്. എന്താ എംബ്രിയോ ജനസിസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് എംബ്രിയോ. അപ്പോ ഗമിറ്റോജനസിസ് നടക്കണം, ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കണം, എംബ്രിയോ ജനസിസ് നടക്കണം. അപ്പൊ ഈ പ്രോസസ് നടക്കുന്നതിന്റെ ഒരു ഓർഡർ എന്താന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്രോസസ് ഗമിറ്റോജനസിസ് ആണ്, അത് കഴിഞ്ഞാൽ ഗമീറ്റ് ട്രാൻസ്ഫർ, പിന്നെ ഫെർട്ടിലൈസേഷൻ, പിന്നെ എംബ്രിയോ ജനസിസ്. ഇത്രയും സ്റ്റേജ് നടന്നാലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുക. അപ്പൊ അതിൽ നമ്മൾ ഓരോ സ്റ്റേജ് വീതം നോക്കുക. ഇത് ആദ്യം നടക്കേണ്ട സ്റ്റേജ് ഗമിറ്റോജനസിസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഗമിറ്റോജനസിസിനെ കുറിച്ച് തന്നെ പറയുന്നു. ഈ ഗമിറ്റോജനസിസ് എന്താ? ഈ ഗമിറ്റോജനസിസ് മുമ്പ് ഞാനത് എഴുതിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്. ഗമിറ്റോജനസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഗമീറ്റ് ആണ്, ഗമീറ്റിന്റെ ഫോർമേഷൻ ആണ്. എന്താ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഹാപ്ലോയിഡ് സ്ട്രക്ചർ. ഗമീറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ ബിക്കം ഹാഫ്. സാധാരണയുള്ളതിൽ പകുതിയെ ക്രോമസോം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഓർഗാനിസിന്റെ ബോഡിയിൽ 10 ക്രോമസോം ഉണ്ടെങ്കിൽ അതിന്റെ ബോഡിയിൽ 5 ക്രോമസോമേ ഉണ്ടാവും. അതിന്റെ ഗമീറ്റിൽ 5 ക്രോമസോമേ ഉണ്ടാവും. ബോഡിയിൽ 20 ക്രോമസോം ഉണ്ടെങ്കിൽ ഗമീറ്റിൽ 10 ക്രോമസോം. അതായത് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എത്ര ക്രോമസോം ഉണ്ടോ അതിന്റെ പകുതി മാത്രമാണ് ഗമീറ്റിൽ ഉണ്ടാവുക. അപ്പൊ ഫോർമേഷൻ ഓഫ് ഗമീറ്റ് ആണ് ഗമിറ്റോജനസിസ്. സപ്പോസ് ഇപ്പൊ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം അതിന്റെ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഡിപ്ലോയിഡ് ഓർഗാനിസം ഹാപ്ലോയിഡ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നടക്കേണ്ട ഡിവിഷന്റെ പേര് മിയോസിസ്. എന്നാ നേരെ തിരിച്ചൊരു ഹാപ്ലോയിഡ് ഓർഗാനിസം ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു ഹാപ്ലോയിഡ് ഓർഗാനിസം ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നടക്കേണ്ട പ്രോസസ് മൈറ്റോസിസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഓർഗാനിസം ഡിപ്ലോയിഡ് ആണെങ്കിൽ അവിടെ മിയോസിസ് നടന്നാൽ മാത്രമാണ് ഗമീറ്റ് ഉണ്ടാവുക. ഒരു ഓർഗാനിസം ഹാപ്ലോയിഡ് ആണെങ്കിൽ അവിടെ മൈറ്റോസിസ് മതിയാവും ഗമീറ്റ് ഉണ്ടാവാൻ വേണ്ടി, കാരണം ഹാപ്ലോയിഡ് ആണ് ഗമീറ്റ്. അപ്പൊ ഗമിറ്റോജനസിസിൽ ഫോർമേഷൻ ഓഫ് ഗമീറ്റ് എന്ന് പറഞ്ഞു. ഗമീറ്റിന്റെ ഫോർമേഷൻ എങ്ങനെയാ, അല്ലെങ്കിൽ ഗമീറ്റിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് പറഞ്ഞു. അടുത്ത സെഷൻ, അതായത് ഈ ഗമീറ്റിന്റെ ഫോർമേഷൻ അനുസരിച്ച് ഓർഗാനിസത്തെ നമുക്ക് വേണമെങ്കിൽ രണ്ടായി തിരിക്കാം. ഒന്ന് ഹോമോ ഗമീറ്റ് ടൈപ്പ്, ടൈപ്പും രണ്ടാമത്തേത് ഹെറ്ററോ ഗമീറ്റ് ടൈപ്പും. 2 ടൈപ്പാണ്, ഹോമോഗമീറ്റ് ആൻഡ് ഹെറ്ററോഗമീറ്റ്. അതിൽ ആ വാക്കിൽ തന്നെയുണ്ട്. ഹോമോഗമീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ഗമീറ്റ്. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഗമീറ്റുകളെല്ലാം ഒരുപോലെ ഇരിക്കും. ഹോമോഗമീറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി 1 ടൈപ്പ് ഓഫ്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം, ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്. ഈ ഹോമോഗമീറ്റിൽ ഉണ്ടാവുന്ന എല്ലാ ഗമീറ്റുകൾക്കും ഒരേ സൈസ് ആയിരിക്കും. എന്നാൽ ഹെറ്ററോഗമീറ്റ് അങ്ങനെയല്ല, ഇറ്റ് പ്രൊഡ്യൂസ് ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ്. അതെങ്ങനെയായിരിക്കും ആ ഡിഫറൻസ്? ചെറിയ ഗമീറ്റ് ഇസ് കോൾഡ് മൈക്രോ അല്ലെങ്കിൽ മെയിൽ, ആൻഡ് ലാർജ് അതിനെ നമ്മൾ ഫീമെയിലായി കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഹോമോഗമീറ്റ് ആൻഡ് ഹെറ്ററോഗമീറ്റ് എന്ന് പറയുന്ന 2 കാറ്റഗറി. ഒരു ടൈപ്പ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഹോമോ, 2 ടൈപ്പ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഹെറ്ററോഗമീറ്റ്.
അപ്പൊ ഇനി അതിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ഈ ഹെറ്ററോഗമീറ്റിന് മാത്രമാണ്. നമ്മൾ ആ ഹെറ്ററോഗമീറ്റിനെ മാത്രം ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ഗമീറ്റ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റിന്റെ ഓപ്ഷൻസ് നോക്കുക. ചില ഓർഗാനിസത്തിൽ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും, ഇത് മെയിൽ ഗമീറ്റ് ആണെന്ന് കരുതുക, ഇത് ഫീമെയിൽ ഗമീറ്റ് ആണെന്ന് കരുതുക. ചില ഓർഗാനിസിൽ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒരു ബോഡിയിൽ ഉണ്ടാവാം. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കണം? യൂണിസെക്ഷൽ എന്നോ ബൈസെക്ഷൽ എന്നോ? രണ്ട് ഗമീറ്റും ഒരു ബോഡിയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബൈസെക്ഷൽ. രണ്ടും ഒരു ബോഡിയിലാണെങ്കിൽ ബൈസെക്ഷൽ എന്ന് പറയും. ടെക്നിക്കലി നമ്മൾ അതിനെ ഹെർമാഫ്രോഡൈറ്റ് എന്നാ പറയുക. ഹെർമാഫ്രോഡൈറ്റ്. അപ്പൊ രണ്ട് ഗമീറ്റും ഒരു ബോഡിയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബൈസെക്ഷൽ ഓർ ഇറ്റ് ഈസ് കോൾഡ് ഹെർമാഫ്രോഡൈറ്റ്. അതിനെ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. അപ്പൊ അതിന് പറ്റിയ എക്സാമ്പിൾ ആണ് എർത്ത് വോം. ഹെർമാഫ്രോഡൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട എക്സാമ്പിൾ ആണ് എർത്ത് വോം. എർത്ത് വോം പോലുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ടേപ്പ് വോം പോലുള്ള ഓർഗാനിസം, സ്പോഞ്ചസ് പോലുള്ള ഓർഗാനിസം എല്ലാം ബൈസെക്ഷൽ ആണ്. എന്നാൽ നേരെ തിരിച്ച് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നു. അതായത് ഇവിടെ ഒരു ഓർഗാനിസം കൺസിഡർ ചെയ്യുക, അതിൽ ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രം, ഇതും മെയിൽ ഗമീറ്റ് ആണ്, ഇതും മെയിൽ ഗമീറ്റ് ആണ്. രണ്ടാമത്തെ ഓർഗാനിസത്തെ കൺസിഡർ ചെയ്യുക, അതിൽ ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രം, അതായത് എല്ലാം ഫീമെയിൽ ഗമീറ്റ്. ഓക്കെ, അപ്പൊ ഈ ഓർഗാനിസത്തെ നമ്മൾ എന്ത് വിളിക്കേണ്ടി വരും? ഫീമെയിൽ എന്ന് വിളിക്കേണ്ടി വരും. ഇതിനെ എന്ത് വിളിക്കണം? മെയിൽ എന്ന് വിളിക്കണം. ഇപ്പൊ എന്താ സംഭവിച്ചത്? രണ്ട് ഡിഫറെന്റ് ബോഡിയാണ്. അപ്പൊ ഓർഗാനിസം എന്താണ്? യൂണിസെക്ഷൽ എന്നാ പറയുക. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ യൂണിസെക്ഷലും ബൈസെക്ഷലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഹ്യൂമൻ, മാമൽ കാറ്റഗറി അല്ലെങ്കിൽ ഹ്യൂമൻ ഒക്കെ യൂണിസെക്ഷൽ കാറ്റഗറിയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേഷൻ ഉണ്ട്. ഇനി ടെക്നിക്കലി നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു പേര് കൂടി പറയാം, ഹോമോതാലിക് അല്ലെങ്കിൽ ഹെട്രോതാലിക് എന്ന് പറയും. ഇവിടെ മെയിലും ഫീമെയിലും രണ്ടും രണ്ടാണ്. അപ്പൊ എത്ര ടൈപ്പ് ബോഡി ഉണ്ട്? രണ്ട് ടൈപ്പ് ബോഡി. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഹെറ്ററോതാലിക് എന്ന് പറയും. ഹെറ്ററോതാലിക് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ബോഡി എന്നാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഒരു ടൈപ്പ് ബോഡി, ദാറ്റ് ഈസ് കോൾഡ് ഹോമോതാലിക്. ഹെറ്ററോതാലിക്കും ഹോമോതാലിക്കും തമ്മിലുള്ള വ്യത്യാസം, ഹെറ്ററോതാലിക്കിൽ ഡിഫറെന്റ് ബോഡി പ്രസന്റ് ആണ്, ഹോമോതാലിക്കിൽ ഒരു ടൈപ്പ് ബോഡിയെ ഉണ്ടാവും. അപ്പോ നോർമലി ഒരു ഹെറ്ററോഗമീറ്റ് ഉണ്ടാവുന്ന കേസിനെ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തത് ഇവിടെ വരെ എത്തിച്ചു. ഇനി അതേ കേസ് നമുക്ക് പ്ലാന്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഇതേ കേസ് പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നു. പ്ലാന്റിലേക്ക് വരുമ്പോഴും ഇതേപോലെ ഒരു കേസ് ഉണ്ട്. അതായത് ചില പ്ലാന്റുകൾ എടുത്ത് നോക്കിയാൽ അതിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ പ്രസന്റ് ആണ്. എന്താ സ്റ്റാമിനേറ്റ് എന്നൊക്കെ മോർഫോളജിയിൽ പഠിച്ചതാണ്. സ്റ്റാമിനേറ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ആണ്. മെയിൽ ഫ്ലവറിനെയാണ് സ്റ്റാമിനേറ്റ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമതൊരു ഫ്ലവർ ഉണ്ട്, നമ്മൾ അതിനെ പിസ്റ്റിലേറ്റ് എന്നാ പറയാം. എന്താ പിസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞാൽ? ഫീമെയിൽ ഫ്ലവർ, അതായത് കാർപ്പൽ മാത്രം കാണുന്ന ഫ്ലവർ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഫ്ലവർ ആണ്. ഇനി നമ്മൾ പ്ലാന്റ് നോക്കുക. ഒരു പ്ലാന്റ്, ആ പ്ലാന്റിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ പ്രസന്റ് ആണ്, അതോടൊപ്പം തന്നെ പിസ്റ്റിലേറ്റും പ്രസന്റ് ആണെന്ന് കരുതുക. അപ്പൊ സ്റ്റാമിനേറ്റും പ്രസന്റ് ആണ്, പിസ്റ്റിലേറ്റും പ്രസന്റ് ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. എന്നാൽ യൂണിസെക്ഷൽ ഫ്ലവർ ആണ്, നമ്മൾ ഇതിനെ മൊണീഷ്യസ് എന്നാ പറയുക. അപ്പൊ എന്താ മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ? Monoecious plant means the plant which contain both staminate and pistillate flower. സ്റ്റാമിനേറ്റും പിസ്റ്റിലേറ്റും ഒരു പ്ലാന്റിൽ കാണപ്പെട്ടാൽ monoecious എന്ന് പറയും. The plant which contain both staminate and pistillate in same plant is called monoecious. ഈ monoecious-ന്റെ എക്സാമ്പിൾ ആണ് കോക്കനട്ട് എന്ന് പറയുന്ന പ്ലാന്റ്. ഓക്കെ, ഇനി അതിന്റെ ഓപ്പോസിറ്റ് കേസ് നോക്കൂ. ഇതൊരു പ്ലാന്റ്, അതിൽ ഫ്ലവർ കാണുന്നു. ഈ ഫ്ലവറുകളെല്ലാം സ്റ്റാമിനേറ്റ് ആണ്. രണ്ടാമത്തെ പ്ലാന്റ് എടുക്കുക, ഇതിലെല്ലാം പിസ്റ്റിലേറ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ രണ്ടും ഒരു ബോഡിയിലാണ്, ഇവിടെ രണ്ടും രണ്ട് ബോഡിയിലാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പേരാ വിളിക്കുക? ഡൈഷ്യസ് എന്നാ വിളിക്കുക. അപ്പൊ എന്താ ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ? ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ പ്ലാന്റ് ആണ്. പ്ലാന്റ് കണ്ടെയ്ൻ ഐദർ സ്റ്റാമിനേറ്റ് ഓർ പിസ്റ്റിലേറ്റ്. ഇവിടെ അങ്ങനെയല്ല, ബോത്ത് സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റിലേറ്റ് ആണ്. അവിടെ ഐദർ സ്റ്റാമിനേറ്റ് ഓർ പിസ്റ്റിലേറ്റ് ആണ്. ഇതാണ് ഡൈഷ്യസ് പ്ലാന്റ്. എന്താ എക്സാമ്പിൾ? ഡൈഷ്യസ് പ്ലാന്റിന്റെ എക്സാമ്പിൾ ആണ് പപ്പായ. ഓക്കെ, അപ്പൊ മോണീഷ്യസും ഡൈഷ്യസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. അപ്പോ ഗമിറ്റോജനസിസിൽ എന്താണ് ഗമീറ്റ് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് അത് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു, എത്ര ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവാമെന്ന് പറഞ്ഞു, ആ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടാവുന്നതിലെ യൂണിസെക്ഷൽ ബൈസെക്ഷൽ കേസസും പറഞ്ഞു. ഇതാണ് ഗമീറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഏകദേശ ഐഡിയ. ക്ലിയർ? ഇനി ഒരു ഓർഗാനിസം നമ്മൾ ഗമിറ്റോജനസിസ് നോക്കുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി നോക്കുമ്പോൾ ഇതിന് ഗമിറ്റോജനസിസ് നടത്താനുള്ള സീസണും
അതുപോലെ അതിന്റെ കപ്പാബിലിറ്റിയും അനുസരിച്ച് അതിനെ വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അടുത്തേക്ക് വരുന്നു. നമ്മളിപ്പോ ഗമിറ്റോജനസിസിൽ എത്ര ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഡിസ്കഷനിലാണ്. അപ്പൊ ഇതില് ചില ഓർഗാനിസിന് ഒരു പ്രത്യേകതയുണ്ട്, എപ്പോ വേണമെങ്കിലും ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ചിലത് അങ്ങനെയല്ല, ഫേവറബിൾ സീസണിൽ മാത്രം. അതായത് ചില ഓർഗാനിസത്തെ നമ്മൾ സീസണൽ ബ്രീഡർ എന്ന് പറയും. എന്താ സീസണൽ ബ്രീഡർ എന്ന് ചോദിച്ചാൽ, the organism that can reproduce only during favorable season. അതായത് ഫേവറബിൾ സീസണിൽ മാത്രം ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഓർഗാനിസിന്റെ ഗമിറ്റോജനസിസും ആ സമയത്തേക്ക് അഡ്ജസ്റ്റഡ് ആയിരിക്കും. അപ്പൊ അതിനെയാണ് സീസണൽ ബ്രീഡർ എന്ന് പറയുക. ഇപ്പൊ വൈൽഡ് ആനിമൽസ് എല്ലാം തന്നെ സീസണൽ ബ്രീഡറാണ്. കാരണം അതിന് ഫേവറബിൾ സീസൺ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പൊ വിന്ററിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ബ്രീഡ് ചെയ്യുക, അല്ലെങ്കിൽ സമ്മറിലായിരിക്കും ബ്രീഡ് ചെയ്യുക. ഇറ്റ് ഡിപ്പെൻഡ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? സീസണൽ ബ്രീഡർ എന്ന് പറയും. എന്നാൽ രണ്ടാമത്തേത് നോക്കുക, കണ്ടിന്യൂസ് ബ്രീഡർ. എന്താ കണ്ടിന്യൂസ് ബ്രീഡർ? ഇറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് അറ്റ് എനി സീസൺ. ഏത് സീസണിലും ബ്രീഡ് ചെയ്യാം. കാരണം എന്താ? എല്ലാ സീസണും അതിന് ഫേവറബിൾ ആണ്. ഇപ്പൊ ഹ്യൂമന്റെ കാര്യം എടുത്ത് നോക്കുക, ബ്രീഡിങ്ങിന് പ്രത്യേകിച്ച് സീസൺ ഇല്ല. ഇതെന്താണ്? കണ്ടിന്യൂസ് ബ്രീഡർ എന്ന് പറയും. ഏത് സീസണിലും ബ്രീഡ് ചെയ്യാവുന്നതിനെ സീസണൽ ബ്രീഡർ എന്ന് പറയും. സോറി, കണ്ടിന്യൂസ് ബ്രീഡർ എന്ന് പറയും. പർട്ടിക്കുലർ ഫേവറബിൾ സീസണിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആണ് റീപ്രൊഡക്ഷൻ എങ്കിൽ അതിനെ സീസണൽ ബ്രീഡർ എന്ന് പറയും. അടുത്ത കാറ്റഗറിയിലേക്ക് വരുന്നു. ഇനി നമ്മൾ പറയേണ്ടത് ദ ഈവന്റ്സ് ഓർ സൈക്ലിക് ഇവന്റ്. സൈക്ലിക് ഇവന്റ് ഡ്യൂറിങ് ഗമിറ്റോജനസിസ്. സാധാരണ ചില ഓർഗാനിസം ഗമീറ്റ് ഫോം ചെയ്യുന്നതിന്റെ ഒപ്പം ഗമിറ്റോജനസിസിന്റെ ഒപ്പം ചില സൈക്ലിക് ഇവന്റ് കാണിക്കും. അപ്പൊ അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ദ മെൻസ്ട്രൽ സൈക്കിൾ ഇൻ പ്രൈമേറ്റ്. അതായത് പ്രൈമേറ്റ് കാറ്റഗറിയിൽ കാണുന്ന മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന മെൻസ്ട്രൽ സൈക്കിൾ, ഇത് ഗമിറ്റോജനസിസിനോട് അസോസിയേറ്റ് ചെയ്ത് പ്രൈമേറ്റിൽ കാണുന്നതാണ്. സോ പ്രസന്റ് ഇൻ പ്രൈമേറ്റ്. ഇപ്പൊ ഹ്യൂമൻ പോലെ, ഗൊറില്ല പോലെ, മങ്കി പോലെ, ഏപ്പ് പോലുള്ള കാറ്റഗറിയിലെല്ലാം തന്നെ മെൻസ്ട്രൽ സൈക്കിൾ പ്രസന്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു കേസ് നോൺ പ്രൈമേറ്റിലേക്ക് വന്നാൽ, പ്രൈമേറ്റിലല്ല നോൺ പ്രൈമേറ്റിലാണ് വരുന്നതെങ്കിൽ, പ്രൈമേറ്റ് അല്ല നോൺ പ്രൈമേറ്റ് ആണെന്ന് വിചാരിക്കാം. നോൺ പ്രൈമേറ്റ് കാറ്റഗറിയിൽ വരുമ്പോ അവിടെയുള്ളത് ഈസ്ട്രസ് സൈക്കിൾ എന്നാ പറയാ. ഈസ്ട്രസ് സൈക്കിൾ. ഓക്കെ, അതായത് കൗ പോലെ, ഡോഗ് പോലെ, കാറ്റ് പോലുള്ള ഓർഗാനിസം നോൺ പ്രൈമേറ്റ് ആണ്. ഇറ്റ് ക്യാൻ എക്സിബിറ്റ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പൊ ചില ഓർഗാനിസിൽ മെൻസ്ട്രൽ സൈക്കിൾ പ്രസന്റ് ആണ്, അത് പ്രൈമേറ്റ് ആയിരിക്കും. എന്നാൽ നോൺ പ്രൈമേറ്റിൽ ഈസ്ട്രസ് സൈക്കിൾ ആണ്. ഈ സൈക്കിളുകളെല്ലാം തന്നെ ഗമിറ്റോജനസിസിനോട് അസോസിയേറ്റ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോ പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ഗമിറ്റോജനസിസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇവന്റ് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ് ഗമീറ്റ് ഉണ്ടാവുക, എത്ര ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവാം എന്നുള്ളതെല്ലാം പറഞ്ഞു. ഇനി അടുത്ത കേസ് ഗമീറ്റ് ട്രാൻസ്ഫർ ആണ്. എങ്ങനെയാണ് ഗമീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് വരാം. അടുത്തത് ഗമീറ്റ് ട്രാൻസ്ഫർ. എന്താ ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ഈ ഗമിറ്റോജനസിസ് കഴിഞ്ഞു. ഇനി ഗമീറ്റ് ട്രാൻസ്ഫറിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗമീറ്റ്. സാധാരണ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് മെയിൽ ഗമീറ്റ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എപ്പോഴും മെയിൽ ഗമീറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗമീറ്റ് ടുവേർഡ്സ് ഫീമെയിൽ ഗമീറ്റ്. മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റിലേക്കുള്ള ട്രാൻസ്ഫറിനെയാണ് എന്ത് പേര് വിളിക്കുക? ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കേസ് ഇൻ അക്വാട്ടിക് ഓർഗാനിസം. അതായത് അക്വാട്ടിക് ഓർഗാനിസത്തിലും അതേപോലെ തന്നെ ലോവർ പ്ലാന്റിലും, അക്വാട്ടിക് ഓർഗാനിസം, ലോവർ പ്ലാന്റ് എറ്റ്സെട്ര, അക്വാട്ടിക് ഓർഗാനിസിലും ലോവർ പ്ലാന്റിലും ഒക്കെ വാട്ടർ ഈസ് ദ മീഡിയം ഫോർ ഗമീറ്റ് ട്രാൻസ്ഫർ. അതായത് ബ്രയോഫൈറ്റ് പോലെ, ആൽഗെ പോലെ, ടെറിഡോഫൈറ്റ് പോലുള്ള ലോവർ പ്ലാന്റുകളിലും അക്വാട്ടിക് ഓർഗാനിസിലും വാട്ടർ ആണ് ഗമീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിന് അത്രയേ ഉള്ളൂ എക്സ്പ്ലനേഷൻ. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ഫർദർ മറ്റു ചാപ്റ്ററുകളിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷനിലെ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞു. ഗമിറ്റോജനസിസ് കംപ്ലീറ്റ് ചെയ്തു, ദ ഗമീറ്റ് ട്രാൻസ്ഫറും കംപ്ലീറ്റ് ചെയ്തു. ഈ രണ്ട് സ്റ്റേജിനും ശേഷം പിന്നീട് നടക്കേണ്ട പ്രോസസ് ഏതാണ്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പൊ അടുത്തത് ഫെർട്ടിലൈസേഷൻ ആണ്. ആ ടൈറ്റിൽ നോക്കിയാൽ അറിയാം ഫെർട്ടിലൈസേഷൻ ഉള്ള ടൈറ്റിലിന്റെ പ്രത്യേകത. ഇതാണ് ഇനി പറയേണ്ടത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടെക്നിക്കലി കോൾഡ് സിൻഗമി. ഫെർട്ടിലൈസേഷനെ നമ്മൾ ടെക്നിക്കലി വിളിക്കുക സിൻഗമി എന്നാണ്. സിൻഗമി എന്ന് പറഞ്ഞാൽ, സിൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ദി ഗമീറ്റ്. ഗമീറ്റുകൾ, രണ്ട് ഹാപ്ലോയിഡ് ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്ത്, അതായത് ഇത് ഹാപ്ലോയിഡ് ആണ്, ഇതും ഹാപ്ലോയിഡ് ആണ്, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്ന, രണ്ട് എൻ ഹാപ്ലോയിഡ് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട്
ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? സിൻഗമി എന്ന് പറയുക. ടെക്നിക്കൽ ടേം ആണ് സിൻഗമി. നോർമലി ഇറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അതിന്റെ റിസൾട്ട് എപ്പോഴും സൈഗോട്ട് ആയിരിക്കും. അടുത്ത പോയിന്റ്, ഈ ഫെർട്ടിലൈസേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷന്റെ ഒക്കറൻസ് അത് എവിടെ നടക്കുന്നു എന്നതിനനുസരിച്ച് രണ്ടായി തിരിക്കാം. അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഫെർട്ടിലൈസേഷൻ രണ്ട് ടൈപ്പ് ആണ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഈ രണ്ട് ഫെർട്ടിലൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ കൺസിഡർ ചെയ്യുക. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കർ ഇൻസൈഡ് ദ ബോഡി. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ ഫെർട്ടിലൈസേഷൻ ഒക്കർ ഇൻസൈഡ് ദ ബോഡി. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എപ്പോഴും നടക്കുക ബോഡിയുടെ ഉള്ളിലാണ്. അതായത് ടിപ്പിക്കലി ദ ഫീമെയിൽ ബോഡി, സാധാരണ ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലേക്ക് മെയിൽ ഗമീറ്റ് വന്ന് ഫെർട്ടിലൈസേഷൻ ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ നടന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. എന്നാൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണ്? ദ സൈഗോട്ട് ഫോം ഔട്ട്സൈഡ് ദ ബോഡി. സൈഗോട്ട് ഉണ്ടാവേണ്ടത് വെളിയിലാണ്, ഔട്ട്സൈഡ് ദ ബോഡി. അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒരേ സമയം എക്സ്റ്റേണൽ മീഡിയത്തിലേക്ക് ഡിസ്ചാർജ് ആയി. എന്നിട്ട് ഈ രണ്ട് ഗമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി മാറുക. എക്സ്റ്റേണൽ മീഡിയത്തിൽ വെച്ച് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ സൈഗോട്ട് ഉണ്ടാവുന്നതും വെളിയിൽ തന്നെയാണ്. എന്നാൽ ഇന്റേണൽ അങ്ങനെയല്ല, ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. ഇതാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? ഇനി അടുത്ത ചേഞ്ച് അല്ലെങ്കിൽ അടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിൻഗമി എന്ന് പറയുന്നത് കമ്പൽസറി ഫാക്ടർ അല്ല. അതായത് സിൻഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നാലാണ് പുതിയ ഓർഗാനിസം ഉണ്ടാവുക, വേരിയേഷൻ ഉണ്ടാവുക. ബട്ട് ചില ഗമീറ്റുകൾ ഫെർട്ടിലൈസ് ചെയ്യാതെ നേരിട്ട് ഓർഗാനിസം ആയിട്ട് മാറും. ആ പ്രോസസ്സിനെ നമ്മൾ ഒരു പേര് വിളിക്കും പാർത്തനോജനസിസ് എന്നാണ്. അപ്പൊ അടുത്ത ടേം പാർത്തനോജനസിസ്. എന്താ പാർത്തനോജനസിസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ഫോർമേഷൻ ആണ്. ഫോർമേഷൻ ഓഫ് ഓർഗാനിസം directly from gamete, directly from gamete, കഴിഞ്ഞില്ല, without fertilization, fertilization നടക്കാതെ ഉണ്ടാവുന്നതാണ്. സോ പാർത്തനോജനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഓർഗാനിസം ഡയറക്ട്ലി ഫ്രം ഫീമെയിൽ ഗമീറ്റ്. ഫീമെയിൽ ഗമീറ്റ് നേരിട്ട് ഓർഗാനിസം ആയിട്ട് മാറും വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. അതാണ് എന്ത്? പാർത്തനോജനസിസ്. ഈ പാർത്തനോജനസിസ് കാറ്റഗറിയിൽ കാണുന്ന എക്സാമ്പിൾ ഏതാണെന്ന് നോക്കാം. പാർത്തനോജനസിസിൽ കാണുന്ന എക്സാമ്പിൾ ആണ് റോട്ടിഫർ. ചെറിയ ക്രസ്റ്റേഷ്യൻ ഓർഗാനിസം ആണ് റോട്ടിഫർ എന്ന് പറയുന്നത്. അതേപോലെ ഡെസേർട്ട് ലിസാർഡ് എന്ന് പറയുന്ന കാറ്റഗറി, ഹണി ബി എന്ന് പറയുന്ന കാറ്റഗറി, ടർക്കി എന്ന് പറയുന്ന ബേർഡ്, ഇതൊക്കെയാണ് സാധാരണ കാണുന്ന പാർത്തനോജനറ്റിക് അല്ലെങ്കിൽ പാർത്തനോജനസിസ് വഴി ഉണ്ടായ ഓർഗാനിസം. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഫെർട്ടിലൈസേഷന്റെ രണ്ട് ടൈപ്പ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇനി അതിലൊരു എക്സെപ്ഷണൽ കേസ് പാർത്തനോജനസിസ്, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാത്ത കേസ്. അത്രയും പറഞ്ഞു. ക്ലിയർ? ഇനി അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, അതിൽ രണ്ട് പോയിന്റ് കഴിഞ്ഞു, ഫെർട്ടിലൈസേഷനും കംപ്ലീറ്റ് ചെയ്തു. ഇനി പറയേണ്ടത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അതിലെ എംബ്രിയോജനസിസ്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ്. അതില് സബ്ടൈറ്റിൽ ആയിട്ട് നമ്മൾ എഴുതിയിരുന്നു എംബ്രിയോജനസിസ്. അപ്പൊ ഇനി പറയേണ്ടത് എംബ്രിയോജനസിസ് ആണ്. എംബ്രിയോജനസിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട്. എംബ്രിയോ ഫോം ചെയ്യുകയാണ് ഫ്രം സൈഗോട്ട്. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എംബ്രിയോജനസിസ് എന്ന് പറഞ്ഞത്. അതായത് മൈറ്റോസിസ് നടന്ന് സിംഗിൾ സെൽഡ് ആയിരുന്ന സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന പ്രോസസ്സാണ് എംബ്രിയോജനസിസ്. ക്ലിയർ? ഇനി പ്ലാന്റിൽ എൻഡോസ്പേം പ്രൊവൈഡ് ദ ന്യൂട്രിയൻസ്. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പഠിക്കും. എൻഡോസ്പേം പ്രൊവൈഡ് ന്യൂട്രിയൻസ് ഫോർ എംബ്രിയോജനസിസ്. എംബ്രിയോജനസിസിന് വേണ്ട ന്യൂട്രിയന്റ് കൊടുക്കുന്നത് എൻഡോസ്പേം ആണ്. ആ എൻഡോസ്പേം കൊടുക്കുന്ന ന്യൂട്രിയന്റ് ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റിൽ എംബ്രിയോജനസിസ് നടക്കുക. അടുത്ത ചാപ്റ്ററിൽ അതിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ബാക്കിയിലേക്ക് വരും. അപ്പൊ എംബ്രിയോജനസിസ് എന്താണെന്ന് പറഞ്ഞു, പ്ലാന്റിൽ അതിനാരാണ് ന്യൂട്രിയന്റ് കൊടുക്കുന്നതെന്നും പറഞ്ഞു. ഇനി അടുത്തത്, എംബ്രിയോജനസിന് ഒരു പ്രത്യേകതയുണ്ട്. എംബ്രിയോജനസിസ് ഈസ് ഓഫ് ടു ടൈപ്പ്. എംബ്രിയോജനസിന്റെ ബേസിൽ നമ്മൾ ഓർഗാനിസം രണ്ടായിട്ട് തിരിക്കും. So on the basis of embryogenesis, organism classified into two, oviparous and viviparous.
രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഒവിപാരസ് ആൻഡ് വിവിപാരസ് ഓൺ ദ ബേസ് ഓഫ് എംബ്രിയോജനസിസ്. ഒവിപാരസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? എഗ് ലേയിങ് ഓർഗാനിസം എന്നാണ്. ഒവിപാരസിനെ കുറിച്ച് പറയുന്നത് എഗ് ലേയിങ് ഓർഗാനിസം എന്നാണ്. എന്തുകൊണ്ട് ഈ എഗ് ലേയിങ് എന്ന് പറയുന്നത്? ഒവിപാരസിന്റെ പ്രത്യേകത എംബ്രിയോജനസിസ് ഒക്കർ. എംബ്രിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ് ഒവിപാരസിൽ എംബ്രിയോ ജനസിസ് ഒക്കർ, എംബ്രിയോജനസിസ് നടക്കേണ്ടത് ഔട്ട്സൈഡ് ദ ബോഡി, ഒക്കർ ഔട്ട്സൈഡ് ദ ബോഡി, ബോഡിയുടെ വെളിയിലാണ് നടക്കേണ്ടത്, ഔട്ട്സൈഡ് ദ ബോഡി. എംബ്രിയോജനസിസ് നടക്കേണ്ടത് ഒക്കർ ഔട്ട്സൈഡ് ദ ബോഡി, ബോഡിയുടെ വെളിയിലാണ് എംബ്രിയോജനസിസ് നടക്കേണ്ടത്. അപ്പോ എഗ് ലേയിങ് എന്ന് പറയാൻ കാരണവും അത് തന്നെയാണ്. ഇവിടെ ഇപ്പോ എംബ്രിയോജനസിസ് ബോഡിയുടെ വെളിയിൽ നടക്കുമ്പോൾ ഇമ്മച്ചുവർ ആയിരിക്കുന്ന എംബ്രിയോയെ കവർ ചെയ്തുകൊണ്ട് ഒരു ഹാർഡ് കാൽക്കേരിയസ് ഷെൽ ഉണ്ടാവും. ഹാർഡ് കാൽക്കേരിയസ് ഷെൽ, ഹാർഡ് ആയിരിക്കുന്ന കട്ടിയുള്ള ഒരു ഷെൽ ഉണ്ടാവും. ആ ഷെല്ല് ഇമ്മച്ചുവർ എംബ്രിയോയെ കവർ ചെയ്യും, അതിനുള്ളിൽ വെച്ച് എംബ്രിയോജനസിസ് നടക്കുകയും ചെയ്യും. അപ്പോ ആ പ്രോസസ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഗ് എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് ഒവിപാരസ് എന്തായത്? എഗ് ലേയിങ് ആയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരിക, വിവിപാരസ്. ഒവിപാരസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എംബ്രിയോജനസിസ് ഒക്കർ ഔട്ട്സൈഡ് ദ ബോഡി എന്നാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുക എന്താണ്? എംബ്രിയോജനസിസ് ഒക്കർ ഇൻസൈഡ് ദ ബോഡി. ഇതാ ഈ ഔട്ട്സൈഡ് മാറ്റിയാൽ മതി. എംബ്രിയോജനസിസ് നടക്കേണ്ടത് ബോഡിയുടെ ഉള്ളിലാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് വിവിപാരസ്. അപ്പൊ ഉള്ളിലാണ് നടക്കുന്നതെങ്കിൽ പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല, മദർ ബോഡി അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാൽക്കേരിയസ് ഷെല്ലിന്റെ കോട്ടിങ്ങിന്റെ ആവശ്യമില്ല, എഗ് എന്ന് പറയുന്ന സ്ട്രക്ചറും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിവിപാരസ് ഗിവിംഗ് ബർത്ത് ടു ദ യങ് വൺ. വിവിപാരസ് പുതിയതിന് ബർത്ത് കൊടുക്കുകയാണ്, എഗ് ലേയിങ് അല്ല. അപ്പൊ എംബ്രിയോജനസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത ഒവിപാരസ് ആൻഡ് വിവിപാരസ് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഒരു ഫ്രൂട്ടിലേക്ക് വരിക. ഇൻ എ ഫ്രൂട്ട്, ഇൻ എ ഫ്രൂട്ട്. ഒരു ഫ്രൂട്ടിൽ എവിടെയാണ് എംബ്രിയോ ഉണ്ടാവുക? ഇപ്പൊ ഇതാണ് ഫ്രൂട്ട് എന്ന് കരുതുക. ഫ്രൂട്ടിനുള്ളിൽ ഏത് സ്ട്രക്ചർ കാണണം? സീഡ് കാണണം. ഈ സീഡിനുള്ളിലാണ് നമുക്ക് എംബ്രിയോ കാണേണ്ടത്. കോട്ടിലിഡനും എംബ്രിയോയും അല്ലെങ്കിൽ എംബ്രിയോണൽ ആക്സിസും പ്ലിമ്യൂളും റാഡിക്കലും ഒക്കെ കാണേണ്ടത് ഇതിന്റെ ഉള്ളിലാണ്. അപ്പോ ഇൻ എ പ്ലാന്റ് ഓർ ഇൻ എ ഫ്രൂട്ട് ദ എംബ്രിയോ പ്രൊട്ടക്റ്റഡ് ബൈ ദ ഫ്രൂട്ട് വോൾ. എംബ്രിയോയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫ്രൂട്ട് വോൾ ഉണ്ടാവും. ആ ഫ്രൂട്ട് വോളിന് നമ്മളൊരു പേര് പറയും, എന്താ? ഇസ് കോൾഡ് പെരികാർപ്പ്. ഫ്രൂട്ട് വോളിനെ പെരികാർപ്പ് എന്നാ പറയാ. ഫ്രൂട്ട് വോളിന്റെ പർപ്പസ് എന്താണ്? ദ ഫ്രൂട്ട് വോൾ പ്രൊട്ടക്ട് ദ ഇമ്മച്ചുവർ എംബ്രിയോ. ക്ലിയർ? ഇനി ആ ഫ്രൂട്ട് വോളിന്റെ ബാക്കി നമ്മൾ മോർഫോളജിയിൽ പഠിച്ചതാണ്. ഫ്രൂട്ട് വോളിൽ the outer layer is called, ഏതാ ഈ ഔട്ടർ ലെയർ? ഔട്ടർ ഈസ് കോൾഡ് എപ്പികാർപ്പ്. ഔട്ടറിനെ നമ്മൾ എപ്പികാർപ്പ് എന്നാ പറയാ. ആൻഡ് ദ മിഡിൽ ഈസ് കോൾഡ്, മിഡിൽ ലെയറിനെ മീസോകാർപ്പ് എന്ന് പറയും. ആൻഡ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ്, ഇതാണ് ഇന്നർ മോസ്റ്റ്, അതിനെ എൻഡോകാർപ്പ് എന്ന് പറയും. അപ്പൊ എപ്പികാർപ്പും മീസോകാർപ്പും എൻഡോകാർപ്പും ചേർന്ന കളക്റ്റീവ് ഫോമിനെയാണ് പെരികാർപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത് പെരികാർപ്പ് പ്രൊട്ടക്ട് ദ എംബ്രിയോ. അപ്പോ എസെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്നുള്ള എസെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ള ചാപ്റ്ററിൽ സെക്കൻഡ് സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ 3 സ്റ്റേജസ്: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതിൽ പ്രീ ഫെർട്ടിലൈസേഷനിൽ ഗമീറ്റോജനസിസ്, ഗമീറ്റ് ട്രാൻസ്ഫർ, പിന്നീട് ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ എംബ്രിയോജനസിസ്. ഓരോ സെഷൻ പറഞ്ഞപ്പോഴും നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സെപ്ഷണൽ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങളുടെ എൻസിആർടി ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഓരോ ടൈറ്റിൽ കഴിയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റും പാരലി വായിച്ചു വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ എൻഡിലുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് തറവായി വായിക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് നമ്മൾ ഈ വീഡിയോയുടെ സഹായത്തോടെ അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. എക്സ്പ്ലനേഷൻ പോയ സ്ഥലങ്ങളിൽ നിങ്ങൾ അതൊന്ന് റീപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വരയ്ക്കണം അല്ലെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ നിന്ന് പോസ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും. അപ്പൊ നമ്മൾ ഇതില് ഈ ചാപ്റ്ററിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ള ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. നമുക്ക് ഇതിന്റെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1: ബൈസെക്ഷൽ ആനിമൽ ദാറ്റ് possess both male and female reproductive structure or organ are called hermaphrodite. The above statement is, ശരിയാണ്. രണ്ട് സെക്സ് ഓർഗൻസും കാണുന്ന ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്നത് ബൈസെക്ഷൽ എന്നാണ്, അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് എന്നാണ്. ഓപ്ഷൻ എ ട്രൂ. സെക്കൻഡ്, പാർത്തനോജനസിസ് is the process in which new organism formed without fertilization. പാർത്തനോജനസിസ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓർഗാനിസം ഉണ്ടാവുന്ന പ്രോസസ് ആണ്. തേർഡ്, ലൈഫ് ബിഗിൻ ഇൻ ഓൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ഫ്രം. എല്ലാ ഓർഗാനിസിലും ലൈഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിലെ ഓപ്ഷൻ എ ആണ്, സിംഗിൾ സെൽഡ് സൈഗോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4: embryogenesis is the process of development of.
എംബ്രിയോജനസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ. എംബ്രിയോയുടെ ഡെവലപ്മെന്റിനെയാണ് എംബ്രിയോജനസിസ് എന്ന് പറയാം. ഗിവ് ദ നെയിം ഓഫ് ദ ഫോളോവിംഗ് ഡയഗ്രാം. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തേത് ഓവറി കൊടുത്തിരിക്കുന്നു, കോക്രോച്ച് ആണ്, അപ്പോൾ ഫീമെയിൽ കോക്രോച്ച് ആണ്, ഓപ്ഷൻ എ. ദെൻ രണ്ടാമത്തേത് മാർക്കാൻഷ്യ എന്ന് പറയുന്നതിന്റെ ഫീമെയിൽ ആൻഡ് മെയിൽ താലസ് ആണ്, സോ ഓപ്ഷൻ ബി മാർക്കാൻഷ്യ തന്നെ. ഓപ്ഷൻ സി ബൈസെക്ഷൽ ഫ്ലവർ ആണ്, ഓക്കെ, സ്വീറ്റ് പൊട്ടറ്റോയുടെ ഫ്ലവർ ആണത്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ അതാണ് അഞ്ചാമത്തേത്, ഓപ്ഷൻ 4 അല്ല ഓപ്ഷൻ ഡി, നാലാമത്തെ ഓപ്ഷൻ.